ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാ കിച്ചൺ. ഇന്നത്തെ സ്പെഷ്യൽ ബോട്ടി റോസ്റ്റാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്തേക്കണേ. എന്ന് നമുക്കിനി വീഡിയോ കണ്ടു നോക്കാം. ഈ ബോട്ട് ഞാനിപ്പോൾ 2-3 വട്ടം ഒന്ന് കഴുകിയെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊരു 4-5 മിനിറ്റ് നമുക്കിതേപോലെ തന്നെ വെക്കാം. എന്നിട്ട് ഇതിന് ശേഷം നമുക്കിതിലെ ചൂടുവെള്ളം മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു കത്തി വെച്ചിട്ട് ഇതേപോലെ ഇതൊന്ന് ചുരണ്ടിയെടുത്താൽ മതിയാവും. നല്ലോണം ക്ലീനായി കിട്ടും. ഒരു കട്ടിംഗ് ബോർഡോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ ചുരണ്ടിയെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ ഈ ഭാഗങ്ങളൊക്കെ ഉണ്ട്, ഇതിൻ്റെ ഉൾഭാഗത്തുള്ള ഇതൊക്കെ ഇങ്ങനെ നമുക്ക് കൈകൊണ്ട് ഇതൊന്ന് പറിച്ചെടുത്തിട്ട് കത്തി കൊണ്ടൊന്ന് ചുരണ്ടിയെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ക്ലീനായി കിട്ടും. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് ചൂടുവെള്ളത്തിൽ ഒരു 3-4 വട്ടം ഇതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 കിലോ ബോട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിക്കാൻ വെക്കാം. ഇതിവിടെ ഇരുന്ന് വേകട്ടെ. ഈ സമയത്ത് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് 20 ചെറിയ ഉള്ളി അരിഞ്ഞതും ഒരു ചെറിയ സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുവിധം വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു 5 വെളുത്തുള്ളിയുടെ അല്ലിയും ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് വഴണ്ട് വരട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം എണ്ണ ചൂടാക്കിയ സമയത്ത് സവാള ഇടുന്നതിന് മുമ്പ് ഇത് ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു. ഞാനത് മറന്നുപോയി. നിങ്ങൾ എണ്ണ ചൂടായതിന് ശേഷം സവാള ഇടുന്നതിന് മുമ്പ് കുറച്ച് തേങ്ങാക്കൊത്ത് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് കളറ് മാറുമ്പോഴത്തേക്കും സവാള ഇട്ട് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബോട്ടി ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് നേരം നമുക്കിതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. എന്നിട്ട് ഇത് തുറന്ന് വെച്ച് നമുക്ക് ഏകദേശം ഒരു 2 മിനിറ്റോളം ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ ഇതിൽ നല്ലോണം ഒന്ന് പിടിച്ച് വരട്ടെ. ഏകദേശം ഒരു 2 മിനിറ്റോളം വീണ്ടും നമുക്കിത് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബോട്ടിക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എന്നാൽ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.